ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത്, നിന്റെ ഭ്രമങ്ങൾ മറ്റുള്ളവർക്ക് വ്രണമാണോ? പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ചില ഭ്രമങ്ങൾ, അതിന് ജീവിതം വിട്ടുകൊടുത്ത വ്യക്തികൾ മറ്റുള്ളവർക്ക് എത്രമാത്രം അതൊരു മുറിവായി മാറാം, അവരെ മുറിപ്പെടുത്താം എന്നുള്ളത് ചിലപ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല, വിസ്മരിക്കുകയും ചെയ്തേക്കാം. ഒരു സംഭവം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പമുണ്ട്. ഒരു സ്ത്രീ സൂചിപ്പിച്ചൊരു കാര്യം, എനിക്കിപ്പോൾ പഴയതുപോലെ ക്രെഡിറ്റ് കാർഡൊന്നുമില്ല, എനിക്ക് പഴയതുപോലെ ചെക്ക് ലീഫ് ഇല്ല, എൻ്റെ ഈ ലൂസ് ക്യാഷായിട്ടും ഇല്ല, അതെല്ലാം എന്നിൽ നിന്ന് എടുത്ത് മാറ്റി എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പഴയതുപോലെ അച്ഛനെ പോലും സഹായിക്കാൻ പറ്റില്ല എന്നതാണ് അവർ പറഞ്ഞു വന്നത്. ഭർത്താവിൽ നിന്ന് ഞാൻ കേട്ടൊരു കാര്യം, എൻ്റെ ഭാര്യയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 ഭ്രമങ്ങളാണ് പ്രത്യേകിച്ച്. ഒന്ന്, ഷോപ്പിംഗ് ഭ്രമം. ഓൺലൈനാണ്. നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്യാം. ഒരു സാധനം ഓർഡർ ചെയ്ത് വരുന്നതിന് മുമ്പ് തന്നെ, വലിയ ആവശ്യമുള്ള സാധനങ്ങളൊന്നും അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊരു ഭ്രമം, ഷോപ്പിംഗ് ഭ്രമം. അതിങ്ങനെ തലയ്ക്ക് പിടിച്ചിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം മറ്റു വേറെ വലിയ ഓക്യുപ്പേഷൻസ് ഒന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, അവർക്കൊരു സന്തോഷമുള്ളൊരു കാര്യം. രണ്ടാമതൊരു കാര്യം, അവരുടെ ഭ്രമം ഗിവിങ് ചാരിറ്റി, ഇങ്ങനെ മറ്റുള്ളവർക്ക് സഹായം കൊടുക്കുക. അത് ചിലപ്പം ബാങ്കിൽ ഇത്രമാത്രം ബാലൻസ് ഉണ്ടാകുമോ എന്ന് പോലും ചിന്തിക്കാതെ അവർ ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് വലിയ പ്രശ്നം ആ കുടുംബത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലരുടെ ഭ്രമങ്ങളെ അവർ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് വ്രണമായി മാറാം, മുറിവായിട്ട് മാറാം. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ വെളിച്ചത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, വേണമെങ്കിൽ നമുക്ക് ഈ മറ്റുള്ളവരെ മുറിപ്പെടുത്തി സുഖിക്കുന്ന വ്യക്തികളുണ്ട്, അതൊരു രോഗമാണ്. മറ്റുള്ളവർ വേദനിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് സന്തോഷം, സാഡിസം. റോമാലേഖനം 12:15 വായിച്ചാൽ ക്രിസ്ത്യാനിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുക, വേദനിക്കുന്നവരോടൊപ്പം വേദനിക്കുക. മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്നവർ അവർ ക്രിസ്ത്യാനികളെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. അതൊരു സൈസ് രോഗമാണ്. ആരെയും വ്രണപ്പെടുത്തി ഇവരതിൽ സന്തോഷിച്ച് മുമ്പോട്ട് പോവുക. നമുക്ക് കാണാൻ സാധിക്കും, ഈ രീതിയിൽ പ്രവർത്തിക്കുന്നത്, അതായത് മുറിപ്പെടുത്തി സുഖിക്കുന്നത്, അതൊരു രോഗാവസ്ഥയാണ്. ആന്തരിക മുറിവ് മൂലം വരുന്നതായിരിക്കാം, പൈശാചികമായിട്ടുള്ള സ്വാധീനം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ആത്മീയതയുള്ളവർ അവർ ചെയ്യുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു കാര്യമാണ്. മറ്റുള്ളവരുടെ മുറിവുകൾ ഏറ്റെടുത്ത് അവരെ സുഖപ്പെടുത്താൻ നോക്കും. നമുക്കറിയാം, യേശു നമ്മുടെ പാപങ്ങളും രോഗങ്ങളും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു. അവൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം നൽകി. അത് ദൈവം ചെയ്തൊരു കാര്യം, യേശു ചെയ്തൊരു കാര്യം. ദൈവമക്കൾ ആത്മീയതയുള്ളവർ ആ ഒരു സ്റ്റാൻഡ് പിടിച്ച് നീങ്ങേണ്ടവരാണ്. അതല്ലാതെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് അതിലൊരു സന്തോഷം പുറമേ കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിലാണേലും അങ്ങനെ ഒരു സന്തോഷം അനുഭവിക്കുന്ന ഒരവസ്ഥ രോഗാവസ്ഥയാണ്, സാഡിസം. ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തെ അതിന് വിട്ടുകൊടുക്കരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ ഒരു നല്ല സമറായൻ, അവൻ ചെയ്തൊരു കാര്യം മറ്റുള്ളവൻ്റെ മുറിവ് വെച്ച് കെട്ടി ഉണക്കി എന്നുള്ളതാണ്. ഇനി അതിനു വേണ്ട സംവിധാനങ്ങൾ നടത്തി അതിനാവശ്യമായിട്ടുള്ള പണവും ചെലവഴിക്കുന്ന അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം അതിനായിട്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൂടുതലായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിരികെ വരുമ്പോൾ തരാമെന്ന് പോലും അവൻ പറഞ്ഞവനാണ്. മറ്റൊരാളുടെ വലിയൊരു രക്തബന്ധത്തിൽപ്പെട്ട ആളോ അല്ലെങ്കിൽ സഹായിക്കാൻ ബാധ്യതയുണ്ടായിരുന്ന ഒരു വ്യക്തി ഒന്നുമല്ല. പക്ഷേ അവൻ്റെ ക്രിസ്തീയത എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, അവൻ്റെ ആത്മീയത എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു കാര്യത്തിന് അവൻ തയ്യാറായത്. നമ്മൾ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകും, കുർബാനയിൽ പങ്കെടുക്കും, കുർബാന സ്വീകരിക്കും, കൂട്ടായ്മയിൽ പോകും, ഇതെല്ലാം ചെയ്തിട്ടും ഇങ്ങനെ ഒരു ചിന്ത വരുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ മറുവശം മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് അതിലൊരു സുഖവും സന്തോഷവും കണ്ടെത്തുക എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഒരിക്കലും പ്രാർത്ഥിക്കുന്നവരുമായിട്ട് അത് ചേർന്ന് പോകുന്നതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 10-ാമത്തെ വചനം എടുത്താൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ആസ അവൻ്റെ മനസ്സിന് മുറിവേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ ചെയ്തൊരു കാര്യം, ആ കൊട്ടാരത്തിലുണ്ടായിരുന്നവരെയൊക്കെ ഓട്ടി നടന്ന് തല്ലുക, അവരെ തല്ലി വേദനിപ്പിക്കുക. അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിൽ ഒരു ആശ്വാസം കണ്ടെത്തുന്ന അവസ്ഥ, അതൊരു ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല. ആന്തരിക മുറിവ്, അതുപോലെ തന്നെ പൈശാചികമായിട്ടുള്ള സ്വാധീനങ്ങൾ, അതൊക്കെ മൂലം വരാവുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നമുക്ക് ചില വ്യത്യസ്ത ഭ്രമങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഭ്രമങ്ങൾ, ചില ഇഷ്ടങ്ങൾ, അതിൻ്റെ
അതിരുവിട്ടു പോകുന്ന അവസ്ഥകൾ. ഒന്നാമത്തേതാണ് ജഡഭ്രമം, ജഡമോഹം എന്ന് വേണമെങ്കിലും പറയാം. 2 സാമുവേൽ 11 അധ്യായം എടുത്താൽ ജഡഭ്രമം കയറിയ ദാവീദ് ചെയ്ത ഒരു കാര്യം, ഉറിയായുടെ ഭാര്യ ബത്ശബായെ പ്രാപിച്ചു, അവൾ ഗർഭിണിയായി. പിന്നെ അതിൻ്റെ ഉത്തരവാദി ഭർത്താവാണെന്ന് വരുത്താൻ വേണ്ടി ഭർത്താവിനെ അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ നോക്കി. അത് നടക്കാതെ വന്നപ്പോൾ അവനെ കൊന്നുകളയാനുള്ള ആ ഒരു തീരുമാനത്തിൽ പോലും എത്തി. നമുക്ക് കാണാൻ സാധിക്കും, ഒന്നിനു പുറകെ ഒന്നായിട്ട് അത് പാപപ്രവൃത്തികളിലേക്ക് അവനെ നയിച്ചത്. എന്തായിരുന്നത്? ജഡഭ്രമം, ജഡമോഹം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് കുറ്റബോധം ബാധിച്ച ഒരു വ്യക്തിയെപ്പോലെ സംസാരിക്കുന്ന ദാവീദ്. സങ്കീർത്തനം 51 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ആ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നഷ്ടബോധം നേരിട്ട ദാവീദ്. ബത്ശബായിൽ അവനുണ്ടായ കുഞ്ഞിന് രോഗം ബാധിച്ചു. ആ കുഞ്ഞ് മരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 12 അധ്യായത്തിലേക്ക് വരുമ്പോൾ 2 സാമുവേൽ 12 അധ്യായം. പ്രഭാഷകൻ 6:2 മുതലും 23:16 വായിച്ചു കഴിഞ്ഞാൽ ജഡഭ്രമം കയറി കഴിഞ്ഞാൽ അത് നമ്മെ വട്ടപൂജ്യമാക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേതാണ് പണഭ്രമം, ധനമോഹം. ഇനി അതുമൂലവും നമുക്ക് വൻ നാശം സംഭവിക്കാം. 1 തീമോത്തി 6 അധ്യായം അതിൻ്റെ 9 വചനം എടുത്താൽ ഒരുപാട് കെണിയിൽ നീ ചെന്ന് പെടുന്ന അനുഭവം നിനക്കുണ്ടാകാം. സുഭാഷിതങ്ങൾ 23:4 അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന രീതിയിൽ അമിതാധ്വാനം നടത്തി അമിത സമ്പത്തുണ്ടാക്കാൻ വേണ്ടി നീ പോകരുത്. അത് അതിനേക്കാൾ വലിയ പണം വരുമ്പോൾ അതിനേക്കാൾ വലിയ നഷ്ടം നീ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് വചനം പഠിപ്പിക്കുക. പ്രഭാഷകൻ 21:8 വായിച്ചാൽ ഈ മൂല്യങ്ങൾ വെടിഞ്ഞ്, സത്യം വെടിഞ്ഞ്, കൽപ്പനകൾ ലംഘിച്ച് നമ്മൾ പണമുണ്ടാക്കിയാൽ അത് നമുക്ക് വിനയായി മാറും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ആഭരണഭ്രമം, സ്വർണത്തോടുള്ള ഭ്രമം. നമുക്ക് കാണാൻ സാധിക്കും ചിലർക്ക് അമിതമായിട്ടുള്ള ഭ്രമം. പ്രഭാഷകൻ 8:2 പറയുന്നുണ്ട്, സ്വർണം അനേകരെ നാശത്തിലേക്ക് നയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിക്കണം. 11:4 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നു, വസ്ത്രമോടിയിൽ അലങ്കരിക്കരുത്. ചിലരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രമോടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ അഹങ്കരിക്കാൻ പോലും അവരെ മടിക്കാതിരിക്കുന്ന ഒരവസ്ഥ, അത് നാശം വിതയ്ക്കും. അവസാനമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം ഇതാണ്, ദൈവം മുറിപ്പെടുത്തുന്നവനും എന്നാൽ സുഖപ്പെടുത്തുന്നവനുമാണ്. യെരമ്യായുടെ പുസ്തകം 30 അധ്യായം 14, ഞാൻ നിന്നെ മുറിപ്പെടുത്തി. എന്താ കാരണം? നിന്റെ നിരവധിയായ അകൃത്യങ്ങൾ, പാപങ്ങൾ. ഇനി 17 വരുമ്പോൾ, ഞാൻ നിന്നെ സുഖപ്പെടുത്തും, നീ എൻ്റെ പക്കലേക്ക് അനുദപിച്ച് തിരിഞ്ഞാൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തും. മുറിവേറ്റത് ആരിൽ നിന്നാണെങ്കിലും സൗഖ്യം പ്രാപിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. ആ ദൈവത്തിങ്കിലേക്കാണ് നമ്മൾ തിരിയേണ്ടത്. മുഖാബോധ്യത്തോടെ പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.